ഞങ്ങൾ BJP ആയെന്ന് വെച്ചാൽ ഞങ്ങളാക്കിയതാണ്, അല്ലാതെ ഞങ്ങളായതല്ല. ഞങ്ങളെ ഈ രണ്ട് ഈ CPM-ഉം ഈ കോൺഗ്രസ് പ്രസ്ഥാനം കൂടി ഞങ്ങളെ തള്ളി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹായം ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അതിനെന്താണ്? നമ്മൾ നിൽക്കുന്ന ഈ വീട് തന്നെ കോൺഗ്രസ്സുകാരന്റെ വീടാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൂടിയത് BJP-യുടെ മീറ്റിംഗ് ആണ്. തുടക്കം കുറിച്ചേക്കാണ്. ഇനി ഞങ്ങൾ എല്ലാ മാസവും BJP-യുടെ പ്രവർത്തകരായി ഇവിടെ എല്ലാ മീറ്റിങ്ങുകളും പല സ്ഥലത്തായിട്ട് കൂടും. ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിനെ നിർത്തും, ആ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ജയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, വാശിയാണ്, ഉറപ്പാണത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ മുനമ്പം പ്രദേശത്ത് വന്ന് സമരപ്പന്തലിലല്ല, മുനമ്പം പ്രദേശത്ത് ഇവിടെ BJP-യിൽ ചേർന്ന സമരത്തിൽ പങ്കെടുക്കുന്ന കുറച്ചാളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വിഷയം ഈ BJP-യിൽ ചേർന്ന ഇവിടുത്തെ ചേട്ടന്മാരോട് തന്നെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ മുനമ്പത്ത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം മുന്നോട്ട് പോകുന്ന സമയത്ത് BJP-യിൽ ചേർന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങളൊക്കെ കോൺഗ്രസ്സുകാരും CPM-കാരായിരുന്ന ആളുകളാണ്. നിങ്ങളെ ചെവിയിൽ നുള്ളിക്കോ എന്നുള്ള രീതിയിലേക്കൊരു ഡയലോഗ് VD സതീശന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചോളം പുള്ളി ഒരു നേതാവാണ്. അപ്പൊ ആ ഒരു നേതാവിന്റെ ആയിട്ടുള്ള ക്വാളിറ്റി പുള്ളിക്ക് ഉണ്ടെന്നുള്ളായിരുന്നു ഞങ്ങളുടെ വിചാരം. ഞങ്ങളെപ്പോലുള്ള ഈ പാവങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താനായിട്ട് അയാൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നതെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ BJP ആയെന്ന് വെച്ചാൽ ഞങ്ങളാക്കിയതാണ്, അല്ലാതെ ഞങ്ങളായതല്ല. ഞങ്ങളെ ഈ രണ്ട് ഈ CPM-ഉം ഈ കോൺഗ്രസ് പ്രസ്ഥാനം കൂടി ഞങ്ങളെ തള്ളി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹായം ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അതിനെന്താണ്? ഇനി ഞങ്ങളെ ഞങ്ങൾ ഇനി ഭരണം വരാതെ ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതൊരു നേതാവിന് ചേർന്നതല്ല. ഇപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇവിടെ സാധാരണക്കാരെല്ലാവരും പ്രതികരിച്ച് നിൽക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ ഈ കോൺഗ്രസ് തന്നെ പ്രസ്ഥാനം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങളോട് ഇന്നും ഈ നിമിഷം വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോ പ്രധാനമായിട്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൽ ചേർന്ന സമയം മുതൽക്കേ തന്നെ നിങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ സംബന്ധിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെക്കുന്നുണ്ട് എതിരായിട്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു വിരോധമില്ല. ഈ ഒരു ചൊല്ലുണ്ട്, തോപ്പിക്കണ ഒരു പരിപാടി. അപ്പോൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളെ തോപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിചാരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ ബോർഡ് വെച്ചുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ, ദോഷം ഉണ്ടായിട്ടില്ല. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടാണോ അല്ലെങ്കിൽ കോൺഗ്രസിനോടാണോ LDF-നോടാണോ മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വിശ്വാസം? നേരെ കിടക്കണ കേസല്ല. ഞങ്ങൾക്ക് BJP അല്ല ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കി തന്നേക്കണത്. സെക്ഷൻ 2A ഞങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടാന്നുള്ള എല്ലാ സാധനവും അതിനകത്ത് ഉണ്ടായിട്ട് പോലും ഇവര് ഇന്നും അത് മറച്ചു വെച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കറിയാം ഞങ്ങൾ രക്ഷപ്പെടാനുള്ള സാധനം ഞങ്ങൾക്ക് BJP ഗവൺമെന്റ് ഉണ്ടാക്കി തന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ഇനി BJP ഇന്ന് പോകുകയില്ല, ഞങ്ങളുടെ കൂടെ ആരും തള്ളി പറയുകയില്ല. ചേട്ടാ, VD സതീശൻ ചെവിയിൽ നുള്ളിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ? അത് പറയാനുള്ള കാരണം VD സതീശൻ നേരത്തെ തുടങ്ങി 10 മിനിറ്റിന്റെ കാര്യം സംസാരിക്കണ്ടല്ലോ. ഇപ്പൊ എല്ലാ ചാനലുകാരും ജനങ്ങളും അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പൊ പുള്ളി ചെറായിൽ വന്നിട്ട് പറഞ്ഞത് ഈ 2026 ഞങ്ങൾ അധികാരത്തിൽ വരട്ടെ, അപ്പൊ ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു. ജനങ്ങൾ ഇതെല്ലാം കേൾക്കണില്ല. ഇവരുടെ നിലപാടെന്ന് പറയണ ഈ വഖഫ് ബോർഡിന് സ്ഥലം എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ രണ്ട് പാർട്ടിക്കും, ഇടതിനും വലതിനും. അതിനോട് ജനങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇപ്പോ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെല്ലാം? എനിക്ക് 67 വയസ്സായി. അതില് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മാത്രം, തുറന്നു പറയാനുള്ള കാര്യം, ഇലക്ഷൻ മാത്രം ഞാൻ ഈ CPIM-ന് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഇത്രയും നാളത്തെ എല്ലാ വോട്ടവകാശവും ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിക്കാണ് ചെയ്തു വെച്ചതും അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത് ഒരാളും കൂടിയാണ്. ഇനി അതുണ്ടാവില്ല. ആള് പറഞ്ഞ നിങ്ങളെല്ലാവരും BJP-ക്കാര് വീണ്ടും ഒരിക്കൽ കൂടി BJP ആയിരുന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ വീട് തന്നെ കോൺഗ്രസ്സുകാരന്റെ വീടാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൂടിയത് BJP-യുടെ മീറ്റിംഗ് ആണ്. തുടക്കം കുറിച്ചേക്കാണ്. ഇനി ഞങ്ങൾ എല്ലാ മാസവും BJP-യുടെ പ്രവർത്തകരായി ഇവിടെ എല്ലാ മീറ്റിങ്ങുകളും പല സ്ഥലത്തായിട്ട് കൂടും. ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സ്ഥാനാർത്ഥിനെ നിർത്തും, ആ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ ജയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, വാശിയാണ്, ഉറപ്പാണത്.
ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഇപ്പോ ഭീഷണിയൊക്കെ കേട്ടിരുന്നല്ലോ അല്ലേ? ഏത് രീതിയിൽ കാണുന്നതിനെ? ശേ, അതൊക്കെ ഇതിലും വലിയ തമാശകളൊക്കെ അയാൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല. ഒന്നും ഞങ്ങൾ സതീശന്റെ വാക്കല്ലേ, അയാൾ അഡ്വക്കേറ്റ് ആയിട്ട് എങ്ങനെയാണ് അതിനെ പറ്റി ഞാൻ പറയാനില്ല. പോട്ടെ, ഇതിലും വലുതൊക്കെ പറയാം. ഞങ്ങൾക്ക് മനോരമ ജനതയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല, കാര്യമായിട്ട് എടുക്കണമല്ലോ. ഞങ്ങൾ 100% മനോരമ ജനത വിജയിച്ചിരിക്കുകയാണ് ഈ സമരത്തിന്. കേന്ദ്രം അത് ഞങ്ങൾക്ക് സ്ഥാപിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ റൂൾസൊക്കെ ഇവിടെ വരാനുള്ള ഇത്തിരി താമസം മാത്രമേ ഉള്ളൂ. ഇതിന് ചക്ക മാങ്ങ പാടൊന്നുമല്ല വിളിച്ചാൽ തന്നെ. ഇപ്പൊ പുള്ളിക്കാരൻ വീണ്ടും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞൊരു കാര്യം, ഈ വഖഫ് ബില്ല് പാസ്സായാൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമാണ്, ഇതുകൊണ്ടൊരു പരിഹാരമാകില്ല, മനോരമ ജനത വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞത്. അപ്പോ ആരെങ്കിലും ഈ ഒരു വിഷയത്തിലൊക്കെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നവർക്ക് വെച്ചാൽ അത് കൂടുതലും ഇതിന്റെ ഇതിന്റെ ആക്ട് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ്. മനസ്സിലാക്കിയിട്ടും ഈ കടപ്പുറത്ത് മനോരമ ജനതന അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാണ് ഇത് പറഞ്ഞു നടക്കണവർ. ഈ രണ്ട് പാർട്ടിക്കും അറിയാം, ഈ പറഞ്ഞ LDFിനും അറിയാം, UDFിനും അറിയാം. ഈ ഭേദഗതി ബില്ല് കൊണ്ട് മനോരമ ജനത രക്ഷപ്പെട്ടു എന്ന് അവർക്കറിയാം, പാർട്ടിക്കാർക്ക് അറിയാം. ഇത് ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. മനോരമ ജനത അത് വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്ര താമസം വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അതിവിടെ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇതിപ്പോ അവർക്ക് നിൽക്കുക കളിയില്ലാണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ അടുത്ത് വരെയാണ്. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒന്ന് കുത്തിത്തിരിക്ക് കയറണമല്ലോ. ഇനി കയറാൻ പറ്റാത്തൊരവസ്ഥ, മനമ്പത്തേക്ക് വരാൻ പറ്റൊരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ രണ്ട് പാർട്ടി. ആക്കിയെടുത്തവര് അങ്ങനെ ആക്കിയെടുത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയെടുത്ത് പല പല കാര്യങ്ങളും. അപ്പൊ ഇനിയിപ്പോ ഒരിക്കലും ഇതിലേക്ക് വരാൻ പറ്റില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കുത്തിത്തിരി വരണം. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടിയ രണ്ട് കാലിൽ ഈ പറഞ്ഞ രണ്ട് പാർട്ടിയും രണ്ട് വള്ളത്തിൽ ചവിട്ടാൻ പോകുന്ന അവസരം ഉണ്ടാവും. മനമ്പത്ത് വന്ന് ഈ വരാൻ ഞങ്ങളെ രക്ഷിക്കാന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ മനമ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പോയി ആ വോട്ട് ബാങ്ക്, മുസ്ലിം വോട്ട് ബാങ്ക്, അത് ലക്ഷ്യമാക്കി അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ രണ്ട് പാർട്ടിയും ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ മുനമ്പത്തെ ജനതയ്ക്ക് ഇപ്പോ BJP എന്ന് പറയുന്ന പാർട്ടിയോട് മാത്രം വിശ്വാസമുള്ളൂ ആണെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇതുപോലെ ഞാൻ കൊടുത്തിട്ടാണ്. 46 വർഷം ആ കൊടിയും പിടിച്ചു ചേർന്നിട്ടുള്ള ആളാണ് ഞാൻ. CPMന്റെ കൊടിയും പിടിച്ചു ചേർന്നിട്ടുള്ള ആളാണ് കേട്ടോ. അതൊരു പാർട്ടി മെമ്പർ ആവണമെന്നില്ല. സഖാവ് എന്നുള്ള പേര് കിട്ടണമെങ്കിൽ ഒരു പാർട്ടി മെമ്പർ ആവണ്ടില്ല. ഇന്നത്തെ ഒരു സഖാക്കന്മാരെ ഇവിടെ വിളിക്കണ്ടാവില്ല, ഈ പാർട്ടി മെമ്പർമാരെ വിളിക്കണ്ടാവില്ല സഖാവ് എന്നുള്ളൊരു പേര്. ആ ഒരു പേര് സമ്പാദിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇനി ഈ വാർഡ് ഒരിക്കലും ഞങ്ങൾ ഈ രണ്ട് ടീമിനും കൊടുക്കൂല. അതിന് ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, ശക്തമായിട്ടുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, VD സതീശൻ ഇപ്പൊ ഒരു ഭീഷണിയുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ BJPയിൽ ചേർന്ന ആളുകളെ ചെവിയിൽ നുള്ളിക്കും എന്നുള്ള രീതിയാണല്ലോ പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു കാര്യത്തിൽ? സതീശൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ MLA-മാരെയും കൂട്ടിയൊക്കെ പല പ്രാവശ്യം വന്നതല്ലേ. എന്നിട്ട് എന്ത് ചെയ്ത് 3.5 വർഷത്തെ കൂടുതലായാലും ഞങ്ങൾ ഈ കടന്ന് ഈ വഖഫ് എന്ന് പറയണ ഈ മഹാദുരന്തം അനുഭവിക്കുന്നത്. എന്നിട്ട് ഒരു ചെറുവിരലെ പോലും അനക്കാൻ പറ്റാത്ത സതീശൻ 5 മിനിറ്റ് അത് അധികാരം കിട്ടിയാൽ 26-ൽ അധികാരം കിട്ടിയാലാണ് 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയണം. അധികാരം കിട്ടിയാലല്ലേ. 10 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിൽ ഇപ്പൊ പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരണമെന്നുള്ളത്. കേരളത്തിലെ ഇനി എത്ര വർഷം പോയാലും സതീശന്റെ പാർട്ടിയും ഒരിക്കലും അധികാരത്തിൽ വരില്ല. ഇപ്പോൾ ഈ മുനമ്പത്തെ സാധാരണ ജനങ്ങളിടയിൽ നിരന്തരമായിട്ട് കോൺഗ്രസിന്റെയും CPMന്റെ ആളുകൾ ഈ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തി. നിങ്ങളെല്ലാവരും BJPയുടെ അജണ്ട മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് എന്നുള്ള ഇതിൽ പ്രചരണമൊക്കെ നടത്താനായിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കുകയാണ്. അവർ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് BJPയിൽ ചേർന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ സ്ഥലം അത് നഷ്ടപ്പെടാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ഭീകര സത്വം വന്ന് അത് വിഴുങ്ങിക്കൊണ്ട് പോകാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ പല വഴിയും നോക്കി. ഈ കോൺഗ്രസിന്റെ സതീശന്റെ കയ്യിലും പിടിച്ച്, പിണറായി വിജയന്റെ കയ്യിലും പിടിച്ച്. പക്ഷെ അവര് തട്ടിത്തെറിപ്പിച്ചിട്ട് അവര് ഈ മഹാദുരന്തത്തിന്റെ കൂടെയാണ് പോയത്. പക്ഷെ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നതാരാണ്? ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ കിരൺ റിജിജു ഒക്കെയാണ്. BJP ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അതുപോലുള്ള നേതാക്കൾ, BJPയുടെ സമുന്നതരായ നേതാക്കൾ വന്നത് കൊണ്ടാണ് ആ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഒരു രക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ ഞാൻ പെരുവഴിയിലായി പോയനെ. ഈ എൻ്റെ വീടും സ്ഥലവും പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല പീടിയെ തന്നെ പോയി കിടക്കേണ്ടി വന്നേനെ കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ. കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് എന്നും നിലനിന്നിരുന്നത് ഇത്രയും വർഷം. പക്ഷെ ഇപ്പൊ പെട്ടെന്ന്
ഈ ഇതെല്ലാം മറന്നിട്ട് മുസ്ലിങ്ങളുടെ കൂടെ പോവുകയാണ്. അത് അവരുടെ തീരുമാനം, അവർ പോയിക്കോട്ടെ, അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും അത് തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരരുതെന്ന് ഞങ്ങൾ എല്ലാവരും ശബ്ദം ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഭൂരിഭാഗം ജനതയും ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്.